നമസ്കാരം. പശ്ചിമേഷ്യ അശാന്തമായി തുടരുന്നു. ആശങ്കയിലാണ് ലോകം. സംഘർഷം തീരുമെന്ന് പ്രതീക്ഷിച്ചിടത്ത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള സമാന സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയിലാണ് ലോകരാഷ്ട്രങ്ങളും. വലിയ ആക്രമണമുണ്ടായ മണിക്കൂറുകളാണ് കടന്നുപോയത്. അതിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യക്കാർ അടങ്ങിയ കപ്പൽ ഇന്ന് ആക്രമിക്കപ്പെട്ടു. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇറാൻ ഇസ്രായേൽ യുദ്ധം നയിക്കുന്നത് ആഗോള പ്രതിസന്ധിയിലേക്കോ? ടോപ് 10-ൽ സമഗ്രമായ വാർത്തകളിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തം, വ്യാപക കെടുതി. മലപ്പുറത്ത് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കിണർ ഇടിഞ്ഞ് പാലക്കാട് ഒരു മരണം. പത്തനംതിട്ട കൂടലിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് ആൽമരം വീണു. തിരുവനന്തപുരം പട്ടത്ത് സ്കൂളിന്റെ മതിൽ തകർന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഷിഗല്ല ആശങ്കയിൽ സംസ്ഥാനം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാനിലെ നഗരങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ നിരോധനം ഏർപ്പെടുത്തി ഹൂതികൾ. ആക്രമണങ്ങൾക്കിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് തീ പിടിച്ചു. കപ്പലിലെ 24 ജീവനക്കാരും സുരക്ഷിതരെന്ന് മന്ത്രാലയം. മാസപ്പടി കേസിൽ CMRന് വീണ്ടും തിരിച്ചടി. 10 ദിവസത്തിനകം SFIO ശേഖരിച്ച 134 രേഖകൾ ഇഡിക്ക് കൈമാറണമെന്ന് PMLA കോടതി. വീണയുടെ ഇടപാടുകളും രേഖകളിൽ. CMRന്റെ എതിർപ്പ് കോടതി തള്ളി. തെറ്റുതിരുത്തി മുന്നോട്ടു പോകാൻ CPM. പ്ലീനം ഉടൻ വിളിക്കില്ല. ഓഗസ്റ്റിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരാൻ CPM തീരുമാനം. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് സിംഗുകണ്ടം സ്വദേശി മാരി. ആക്രമണം മകനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കുഞ്ഞിന് പരിക്കേറ്റു. പ്രതിഷേധിച്ച നാട്ടുകാർ. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ധാരണ. കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവ് സർക്കാർ ഏറ്റെടുക്കും. വനാതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറിയെന്നും ഉദ്യോഗസ്ഥരും ആനയും മാറിയിട്ടില്ലെന്നും മന്ത്രിയുടെ പരിഹാസം. ഇന്ത്യ മുന്നണി യോഗത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനം. DMK വിഷയത്തിലും പിണറായിക്കെതിരായ പരാമർശങ്ങളിലും എതിർപ്പറിയിച്ചു പാർട്ടികൾ. വിലക്കയറ്റം ചർച്ച ചെയ്യാൻ കേന്ദ്രം സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ഇന്ത്യ മുന്നണി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കും. IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. B. അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. കായിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി N. പ്രശാന്ത്. TV അനുപമയ്ക്ക് ഗതാഗതം. KSRTCയിൽ സ്ത്രീകൾക്ക് UDF വാഗ്ദാനം ചെയ്ത സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സിൽ മാത്രം. അടുത്ത തിങ്കളാഴ്ച മുതൽ നടപ്പിലാക്കും. അന്തിമ തീരുമാനം മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ. ദുബായ് എമിറേറ്റ്സ് റോഡിൽ വാഹനാപകടം. 8 മരണം. മരിച്ചവരിൽ 6 പേർ ഇന്ത്യക്കാർ. 8 പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരം. അപകടമുണ്ടായത് റോഡിൽ നിന്ന ട്രക്കിൽ മിനി ബസ് ഇടിച്ചു. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റിൽ ഇന്ത്യക്ക് തകർപ്പൻ വിജയം. അഫ്ഗാനിസ്ഥാനെ ഇന്നിംഗ്സിനും 300 റൺസിനും തകർത്തു. ടെസ്റ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ജയം. കന്യാംഗത്തിൽ 7 വിക്കറ്റ് നേട്ടവുമായി മാനവ സുതാർ. CBSE മൂല്യനിർണ്ണയത്തിൽ കേന്ദ്ര സർക്കാരിനും CBSEക്കും ഡൽഹി ഹൈക്കോടതിയുടെ നോട്ടീസ്. നടപടി OSM സംവിധാനത്തെ ചോദ്യം ചെയ്ത് ഹർജിയിൽ. സ്റ്റോറി ഓഫ് ദ ഡേ. ഇവിടെയുണ്ട് ചിറകുള്ള കിനാക്കൾ. ആദ്യം ടോപ് 10 പോകുന്നത് മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നത്. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു.
കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചത്. കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രവചിച്ചിരിക്കുന്നതിനാൽ മുൻകരുതൽ നടപടിയായാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചത്. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICC, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് മഴക്കെടുതിയിൽ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പാലക്കാട് കുഴൽമന്ദത്ത് കിണറിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കുഴൽമന്ദം സ്വദേശി രാംദാസ് ആണ് മരിച്ചത്. കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിയുകയായിരുന്നു. മലപ്പുറം ചെങ്ങരംകുളത്ത് വിദ്യാർത്ഥി തോട്ടിൽ വീണ് മരിച്ചു. ചേലക്കടവ് സ്വദേശി പടിഞ്ഞാറെ വളപ്പിൽ മുഹമ്മദിന്റെ മകൻ മുർഷാദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വീടിന്റെ അടുത്തുള്ള പാടത്ത് മീൻ പിടിക്കുന്നതിനായി വല സ്ഥാപിച്ചിരുന്നു. മീൻ കുടുങ്ങിയോ എന്നറിയാൻ പുലർച്ചെ പോയതായിരുന്നു മുർഷാദ്. ശക്തമായ മഴയിൽ തിരുവനന്തപുരത്ത് പട്ടം ഗേൾസ് ഹൈസ്കൂളിൽ മതിൽ പൊളിഞ്ഞു വീണു. പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നത്. തൃശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണ് മേൽക്കൂര തകർന്നു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് പരാത്തുംകുളം കല്ലൂർ മഠത്തിൽ കൃഷ്ണറാവുവിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റിട്ട ഭാഗം പൂർണ്ണമായും തകർന്നു. കൊല്ലം പൂയപ്പള്ളിയിൽ വീടിന് മുകളിലേക്ക് പ്ലാവ് ഒടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ 6 വയസ്സുള്ള കുട്ടിക്ക് ഗുരുതര പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലും മരുതൻ മൺപള്ളി മിഷ്യൻ വിളയിൽ വടക്കുംകര മുകൾവിള വീട്ടിൽ അനിൽകുമാറിന്റെ വീടിന് മുകളിലേക്കാണ് പ്ലാവിന്റെ വലിയ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. അനിൽകുമാർ, ഭാര്യ സജിത, മക്കളായ ആദിൽ, അയണിക എന്നിവർക്കാണ് പരിക്കേറ്റത്. കോട്ടയം തൃക്കടിത്താനത്ത് വീടിന് മുകളിലേക്ക് മരം വീണു. തൃക്കടിത്താനം ആരമല സ്വദേശി ബിജി ബാബുവിന്റെ വീട്ടിലേക്കാണ് മരം വീണത്. പുരയിടത്തിലെ തേക്കും മാവിന്റെ കൊമ്പും ഉൾപ്പെടെയാണ് വീടിന് മുകളിലേക്ക് പതിച്ചത്. വീട്ടിൽ ആളുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. മഴയുടെ കൂടുതൽ വിവരങ്ങൾ രേഷ്മ നൽകും. രേഷ്മയെ സൂചിപ്പിച്ച പോലെ തന്നെ മഴ കനക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്? ഒപ്പം മുന്നറിയിപ്പുകൾ. തീർച്ചയായും കാലവർഷം ശക്തമാവുകയാണ്. നാളെ 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജിൽ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. മദ്രസ, അതുപോലെ തന്നെ അംഗനവാടി ഉൾപ്പെടെയുള്ളവർക്കും അവധി ബാധകമാണ്. അതേസമയം PSC പരീക്ഷകൾ, ഇന്റർവ്യൂ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയാം, മലയോരത്തുൾപ്പെടെ മഴ ശക്തമാവുന്ന സാഹചര്യമാണ് കോഴിക്കോടുള്ളത്. ഇന്ന് ഓറഞ്ച് അലേർട്ടായിരുന്നു. എങ്കിൽ പോലും നഗരത്തിലേക്ക് കനത്ത മഴ ഉണ്ടായിരുന്നില്ല. മലയോരത്ത് മഴ ശക്തമാവുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം തന്നെ കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 2 മരണങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഴയുടെ വിലക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തുടരുകയാണ്. നിലവിൽ ജലാശയങ്ങളിൽ ഇറങ്ങുന്നതിനും വിനോദസഞ്ചാര മേഖലയിലേക്ക് പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്. ഈ മേഖലകളിൽ മത്സ്യത്തിനെ പിടിക്കാൻ വേണ്ടി പോവുകയോ മറ്റും പോകരുതെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയ്ക്കും കടുത്ത വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മഴ ശക്തമാകുന്നതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പുഴയിലേക്ക് നീങ്ങുകയോ മത്സ്യം പിടിക്കാൻ ശ്രമിക്കരുതുമെന്നും നിർദ്ദേശമുണ്ട്. വരും ദിവസങ്ങളിൽ അതേസമയം 2 ജില്ലകളിൽ വയനാട് ജില്ലയിൽ ഉൾപ്പെടെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മേഖലയിലും മഴ ശക്തമാകുമെന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമായി വരുമെന്നുള്ള സൂചനകളാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിരിക്കുന്നത്. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മഴ കനക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലെ മലയോര മേഖലയിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക. വിവരങ്ങളാണ് രേഷ്മ നൽകിയത്. പത്തനംതിട്ട കൂടലിൽ വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. ശക്തമായ കാറ്റിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് ആൽമരം പിഴുതു വീണു. പുലർച്ചെയായതിനാൽ വൻ ജീവഹാനിയാണ് ഒഴിവായത്. എന്നാൽ അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ അപേക്ഷ നൽകിയിട്ടും മുറിച്ചുമാറ്റാൻ തയ്യാറാകാതിരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് സ്കൂൾ അധികൃതർ ആരോപിക്കുന്നു. ശക്തമായ കാറ്റിൽ കൂറ്റൻ ആൽമരമാണ് സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് പിഴുതു വീണത്. പുലർച്ചെയായതിനാൽ മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കെട്ടിടത്തിന് മുകളിൽ നിന്നും മരം മുറിച്ചു മാറ്റിയത്. അത് പല മരങ്ങളും മുറിച്ച് മാറ്റണമെന്ന് ജില്ലാ പഞ്ചായത്തിൽ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇത് പറയുന്ന പോലെ നമ്മൾ അപകടമുണ്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് ഇപ്പോൾ മറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയൊരു അപകടത്തിലായിരുന്നു ഇതുണ്ടായിരുന്നെന്ന്. വലിയ അപകടമായേനെ. അതെന്തായാലും ഭാഗ്യത്തിന് അതെ വെളുപ്പാങ്കാലത്തായതുകൊണ്ട് അങ്ങനെ വലിയൊരു അപകടം ഒഴിവായി. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് ഞങ്ങൾക്ക്. ബാക്കിയുള്ളതൊക്കെ മുറിച്ച് മാറ്റാനായിട്ട് ഇനി ഞങ്ങൾ ബാക്കിയുള്ള നടപടികളൊക്കെ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
സ്കൂൾ വളപ്പിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് PTA ഭാരവാഹികൾ പലതവണ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഫണ്ടില്ലെന്ന മുടന്തൻ ന്യായം പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയുകയായിരുന്നുവെന്ന് PTA പ്രസിഡന്റ് ആരോപിക്കുന്നു. 4 മരങ്ങളോടുണ്ട് മുറിച്ചു മാറ്റാൻ. ഇനി അത് വലിയ മരങ്ങളാണ്. അത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് വളരെ അപകടം ഉണ്ടാക്കുന്നതാണ്. സ്കൂൾ കെട്ടിടം പോലും തകർന്നു പോകുന്ന വലിയ കെട്ടിടങ്ങൾ വരെ കടപുഴക്കി കളയാവുന്ന മരങ്ങളാണ്. ഒരു മരത്തിൻ്റെ വേരുകൾ മുഴുവൻ ഒരു കെട്ടിടത്തിലേക്ക് കയറി നിൽക്കുന്ന 200-250 ഇഞ്ച് വണ്ണമുള്ള മരങ്ങളാണ് നിൽക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അധികാരികൾ മുറിച്ച് മാറ്റി തരണമെന്നാണ് PTA പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷവും അതിനങ്ങേ വർഷവും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ മരങ്ങൾ മുറിച്ച് മാറ്റാൻ നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി കുറേ മുറിച്ച് മാറ്റി, 59,000 രൂപ മുടക്കി മുറിച്ച് മാറ്റി. അതിൽ ഫണ്ടൊന്നും നമുക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. അപ്പം പുതിയൊരു ഭരണസമിതി ജില്ലാ പഞ്ചായത്തിൽ വന്ന് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ പ്രാവശ്യം എല്ലാ ഫണ്ടുകളും അനുവദിച്ച് തരാമെന്ന് നമ്മളോട് ഏറ്റിട്ടുണ്ട്. കാരണം മരങ്ങളൊക്കെ മുറിക്കുന്നതിനുള്ള ഫണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു തരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപകട ഭീഷണി ഉയർത്തി ഇനിയും വലിയ മരങ്ങൾ സ്കൂൾ വളപ്പിൽ നിൽക്കുന്നുണ്ട്. കുട്ടികളുടെ ജീവന ഭീഷണിയായ ഈ മരങ്ങൾ കൂടി അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലെന്ന 2 വിദ്യാർത്ഥികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബസലിയോസ് സ്കൂളിലെ വിദ്യാർത്ഥികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമാന ലക്ഷണങ്ങളുള്ള 337 വിദ്യാർത്ഥികൾ സുൽത്താൻ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോളിയാടി മാർ ബസലിയോസ് സ്കൂളിലെ കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നാളെ വയനാട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. ബത്തേരിയിൽ രാവിലെ ഉന്നതതല യോഗം ചേരും. മുൻകരുതലിന് DMOമാർക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് നിന്നുമുള്ള ഡോക്ടർമാരുടെ സംഘം വയനാട്ടിലെത്തി വൃത്തിഹീനമായ തട്ടുകടകൾ അടപ്പിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഷിഗല്ല ഇപ്പോൾ വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ ഞങ്ങളുടെ ഒരു അദാലത്ത് പരിപാടി കോഴിക്കോട് കാലത്തുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ഞാൻ വയനാട്ടിൽ പോകുന്നതാണ്. ഏതായാലും സ്ഥിതിഗതികൾ കൺട്രോൾഡ് ആണ്, ആശങ്കയില്ല. 25 കുട്ടികളാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആർക്കും സീരിയസ് അല്ല. അന്വേഷിക്കുന്നത് ഡിസ്ചാർജ് ചെയ്തു പോയ കുട്ടികളുടെ സമാധാന ചർച്ചകൾക്കിടെ വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതം. ഇറാന്റെ സുപ്രധാന നഗരങ്ങൾ ആക്രമിച്ച് ഇസ്രായേൽ പ്രകോപിപ്പിച്ചാൽ മാത്രം ഇനിയും ആക്രമണമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടർന്നാൽ അന്തിമ സമാധാന ചർച്ചകളെ ബാധിക്കുമെന്ന് അമേരിക്ക പറയുന്നു. യുദ്ധം അടിയന്തരമായി നിർത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ സൈനിക നടപടികളിൽ അമേരിക്ക ഉത്തരവാദികളായിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇറാനെതിരെ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഇറാനിലുള്ള ഇന്ത്യക്കാരോട് രാജ്യം വിടണമെന്നാണ് എംബസി നിർദ്ദേശിക്കുന്നത്. ഏപ്രിൽ 8 നിലവിൽ വന്ന വെടിനിർത്തലിന് ശേഷം ഇസ്രയേലിനും ഇറാനുമിടയിൽ പുതിയ പോർമുഖം തുറന്നതിനിടെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രയേലും ഇറാനും അടിയന്തരമായി വെടിവെപ്പ് നിർത്തണമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് നിലപാട് വ്യക്തമാക്കി. ഇരുപക്ഷവും ഉടനടി ഒരു വെടിനിർത്തലിനായി ആഗ്രഹിക്കുന്നുവെന്നും സമാധാനത്തിനായുള്ള അന്തിമ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ട്രംപ് പ്രതികരിച്ചു. ഒരു അന്തിമ കരാറിൽ എത്തുന്നതുവരെ ഉപരോധം പൂർണ്ണമായും നിലനിൽക്കും. കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങണമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം പുലർച്ചെ ഇറാന്റെ മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിനുള്ള പ്രത്യാക്രമണമായിരുന്നു ഇറാൻ നടത്തിയത്. ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളും പെട്രോകെമിക്കൽ കോംപ്ലക്സുമാണ് ലക്ഷ്യം വെച്ചതെന്ന് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചപ്പോൾ 2 സൈനിക താവളങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ചൂണ്ടിക്കാട്ടി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാനും ഏറ്റെടുത്തു. ഇസ്രയേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ച് യമനിലെ ഹൂതി സായുധ സംഘവും രംഗത്ത് വന്നു. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാന്റെ മിസൈലുകൾ തകർത്തത്. ഇത് വലിയ സ്ഫോടന ശബ്ദങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ആക്രമണത്തിൽ ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രയേൽ അധികൃതർ അറിയിച്ചത്. അതേസമയം ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രത്യാഘാതങ്ങൾക്കും അമേരിക്ക ഉത്തരവാദികളായിരിക്കുമെന്ന് ഇറാൻ വക്താവ് പ്രതികരിച്ചു. എന്നാൽ അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇറാനെതിരെ വീണ്ടും പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ലെബനനെ ആക്രമിച്ചതിന് മറുപടിയായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. US-ഉമായി സമാധാന കരാർ സാധ്യമാകണമെങ്കിൽ ലെബനനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ നിലപാട്. US-ന്റെ നിർദ്ദേശം അവഗണിച്ചാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്നാണ് ഇറാന്റെ വാദം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കടുത്തതോടെ വിവിധ രാജ്യങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ഹോർമൂസ് കടലിടുക്കിന് സമീപം ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം. ഇന്ധന ടാങ്കർ കപ്പലിന് തീപിടിച്ചു. 24 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു ആക്രമണമുണ്ടായത്. ചരക്ക് കപ്പൽ മാരിവെക്സിനാണ് തീപിടുത്തമുണ്ടായത്. നാവികരെല്ലാവരും സുരക്ഷിതരെന്ന് മന്ത്രാലയം അറിയിച്ചു. മാസപ്പടി കേസിൽ CMRലിന് തിരിച്ചടി. കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം നൽകിയ SFIOയുടെ കൈവശമുള്ള രേഖകൾ EDക്ക് കൈമാറണം. CMRൽ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നടപടി. SFIO 10 ദിവസത്തിനകം കോടതിയിൽ രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. 134 രേഖകളാണ് കൈമാറേണ്ടത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ച രേഖകളും വിവരങ്ങളും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിലാണ് EDക്ക് അനുകൂലമായ വിധിയുണ്ടായിരിക്കുന്നത്. EDയുടെ അപേക്ഷയെ CMRL എതിർത്തിരുന്നു. രേഖകൾ വിട്ടു നൽകരുതെന്നായിരുന്നു CMRLന്റെ ആവശ്യം. ഇത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി തള്ളി. നേരത്തെ CMRL എക്സാലോജി കേസിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ EDക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. വീണയും CMRലും തമ്മിലുണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRലും 2017 ഉണ്ടാക്കിയ കരാർ എന്നിവയുടെ പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. എക്സാലോജി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങളടക്കം 54 ഭാഗങ്ങളായുള്ള 134 രേഖകൾ EDക്ക് കോടതി അനുമതി നൽകിയോടെ ലഭിക്കും. CMRലും എക്സാലോജിക്കും ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED നടത്തുന്ന അന്വേഷണത്തിന് ഈ രേഖകൾ നിർണായകമാണ്. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ലോൺ വിശദാംശങ്ങളും വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങളും ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന EDയുടെ ഉന്നതതല യോഗത്തിലാണ് കോടതിയെ സമീപിച്ച് രേഖകൾ ഔദ്യോഗികമായി ആവശ്യപ്പെടാൻ ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തത്. ED ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേസിനെ രാഷ്ട്രീയമായി നേരിടാൻ CPM തീരുമാനിച്ചതോടെ നിയമപരമായി പഴുതുകളടച്ച അന്വേഷണത്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. വീഴ്ചയുടെ ആഴം പരിശോധിക്കാനും തെറ്റ് തിരുത്താനും വർഗീയതയ്ക്കെതിരായ പോരാട്ടം ശക്തമാക്കാനും CPM സംസ്ഥാന നേതൃയോഗത്തിൽ തീരുമാനം. കണ്ണൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്ലീനം ഉടൻ വിളിക്കില്ല. ഓഗസ്റ്റിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനം കൂടുതൽ കടുപ്പിക്കണമെന്നും സംസ്ഥാന സമിതി നിർദ്ദേശിച്ചു. ചരിത്രപരമായ തോൽവി ഏറ്റുവാങ്ങി പാർട്ടി നിൽക്കുമ്പോഴാണ് സംസ്ഥാന നേതൃയോഗം ചേർന്നത്. ലോക്കൽ കമ്മിറ്റികൾ വരെ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച വേളയിൽ തോൽവിയുടെ കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ചു. തെറ്റുപറ്റിയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഏറ്റുപറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വീഴ്ച പറ്റിയെന്നും അതിന് ജില്ലാ സംസ്ഥാന ഘടകങ്ങൾക്കും ഒരുപോലെ പങ്കുണ്ടെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ഏരിയ കമ്മിറ്റി വരെ നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ചാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതിൽ വെള്ളാപ്പള്ളി നടേശനെതിരായ വിമർശനം കൂടുതൽ കടുപ്പിക്കണമെന്ന് സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. വർഗീയതയ്ക്കെതിരെ ഒഴുക്കൻ മട്ടിലുള്ള വിമർശനമല്ല വേണ്ടത്, ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. എല്ലാത്തരം വർഗീയതയെയും ശക്തമായി എതിർക്കും. മുസ്ലിം ലീഗിന്റെ സമീപനം തുറന്നുകാട്ടാനും തീരുമാനം. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്ലീനം വിളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരും. ഓഗസ്റ്റിലാണ് യോഗം ചേരുക. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ വിശാല സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്നും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മാരിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകാൻ സർവകക്ഷി യോഗത്തിൽ ധാരണയായി. കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവ് സർക്കാർ ഏറ്റെടുക്കും. മാരിയുടെ പോസ്റ്റ്മോർട്ടം നാളെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തും. ഇടുക്കി ചിന്നക്കനാലിൽ മക്കളെ സ്കൂളിൽ വിടാനിറങ്ങിയ സൂര്യനെല്ലി സ്വദേശി മാരിയാണ് മരിച്ചത്. മാരിയോടൊപ്പമുണ്ടായിരുന്ന മകന് ഗുരുതരമായി പരിക്കേറ്റു. കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയും കനത്ത മൂടൽമഞ്ഞും കാരണം റോഡരികിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാനകളെ ഇവർക്ക് കാണാൻ കഴിഞ്ഞില്ല. കാട്ടാന ആക്രമണത്തിൽ മാരി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇതേ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. 47 പേര് മരിച്ചിട്ട് നിങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വായിച്ചിട്ടുള്ളൂ. 47 ആളാണ്.
ഈ കഴിഞ്ഞ ദിവസം ഈ പുള്ളി ആന പിടിച്ചതാ. ആന നോക്കാൻ പറഞ്ഞു, മെസ്സേജ് ഒക്കെ ഇട്ടു. അങ്ങനെ വഴി കൂടി സ്കൂളിൽ അവന്റെ മോന് വിടാൻ വരുന്ന സമയത്താണ് പുള്ളിക്കാർക്ക്. കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാതെ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും നിലപാടെടുത്തു. തുടർന്ന് നടത്തിയ സർവകക്ഷി യോഗത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നും എഫ് രാജ MLA അറിയിച്ചു. ഈ 2 പിള്ളേരുടെ പഠിത്തവും ഞാൻ തന്നെ നോക്കിക്കോളാം, കോളേജ് വരെ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഇതിലെടുത്തിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ട്, വനവകുപ്പ് മന്ത്രിയും കണ്ട് ശക്തമായിട്ടുള്ള തീരുമാനം ഇതിനകത്ത് നമുക്ക് കണ്ടിരിക്കും. ആക്രമണകാരികളായ കാട്ടാനകൾ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇവയെ പടക്കം പൊട്ടിച്ചും മറ്റും വനത്തിലേക്ക് തുരത്താനുള്ള വനം വകുപ്പിന്റെ നീക്കം വിജയിച്ചില്ല. അമൃത ന്യൂസ്, ഇടുക്കി. വനാതിർത്തി മേഖലകളിലെ കർഷകരുടെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപരിഹാര തുക കൂട്ടും. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിസഭ മാറുന്നത് അറിഞ്ഞിട്ടാവില്ല ആന ഇറങ്ങുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമേ മാറിയിട്ടുള്ളൂവെന്നും ഉദ്യോഗസ്ഥരും ആനയും മാറിയിട്ടില്ല എന്നും ഷിബു ബേബി ജോൺ പരിഹസിച്ചു. ഇതിൽ എങ്ങനെ വന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിമർശിച്ചതായിട്ട് കണ്ടു. റീസണബിൾ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഒരു ബഡ്ജറ്റിൽ പണം വെച്ച് അത് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കേരളത്തിന്റെ 6000-ൽ പരം കിലോമീറ്റർ നീളമുള്ള വനാതിർത്തിയിൽ അതിന് പ്രതിവിധി കാണണം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വെച്ച ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അതാണ്, മുഖ്യമന്ത്രി മാറി, ഞങ്ങൾ മന്ത്രിമാരും മാറി എന്നുള്ള അത് ആനയ്ക്കറിയാൻ വയ്യ. ആന ഈ നാട്ടിൽ ഇരിക്കുകയല്ലേ. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം വെളിമണ്ണയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെളിമണ്ണ ചിറ്റാരിക്കൽ സ്വദേശിനി 65-കാരി ലക്ഷ്മിക്കാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 4:30ഓടെയായിരുന്നു സംഭവം. തൊഴിലുറപ്പ് പദ്ധതിയിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന ലക്ഷ്മിയെ കാട്ടുപന്നി പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു. പന്നി കുത്തി നിലത്തിട്ട് ഉരുട്ടിയതിനെ തുടർന്ന് ഇവരുടെ കൈകാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംസ്ഥാനത്തെ IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. സസ്പെൻഷൻ കഴിഞ്ഞ് സർവീസിൽ തിരികെ എത്തിയ B. അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും N. പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. MG രാജമാണിക്യമാണ് KSEB ചെയർമാൻ. സ്നേഹിൽ കുമാർ സിംഗിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിച്ചു. അതേസമയം ദിവ്യ S. അയ്യരെ വിഴിഞ്ഞം പോർട്ട് MD സ്ഥാനത്തു നിന്നും സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും നീക്കി. പകരം തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടറാക്കി നിയമിച്ചു. ജെറോമിക് ജോർജാണ് പുതിയ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് MD. ഗതാഗത സെക്രട്ടറിയായി TV അനുപമയെ നിയമിച്ചു. KSRTCയിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം അടുത്ത തിങ്കളാഴ്ച മുതൽ നടപ്പിലാക്കും. അന്തിമ തീരുമാനം മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ. 100 ദിവസത്തെ ലാഭനഷ്ട കണക്കുകളുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും മറ്റു ബസ്സുകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്ക KSRTCക്ക് വേണ്ടെന്നും ജൂൺ 15-ന് തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നും ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായകമായ തീരുമാനം. ജൂൺ 10-ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും പദ്ധതി നടപ്പിലാക്കുക. 100 ദിവസം പദ്ധതി നിരീക്ഷിക്കും. ഈ ദിവസത്തെ സൗജന്യ യാത്രയുടെ ലാഭനഷ്ടക്കണക്ക് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. അതിനുശേഷമായിരിക്കും 2ാം ഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ പദ്ധതിയുടെ ഭാഗമാകാം. ആശങ്ക KSRTCക്ക് വേണ്ട. അത് കൃത്യമായൊരു മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഫിനാൻസ് സെക്രട്ടറി അതുപോലെ തന്നെ KSRTC MDയും ബന്ധപ്പെട്ട ഓഫീസർമാരെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. KSRTC ജീവനക്കാർക്കോ അല്ലെങ്കിൽ KSRTCയെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ആളുകൾക്കോ ഒരാശങ്ക ആവശ്യമില്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് സെക്ടറിലാണോ കൊടുക്കുന്നത് അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതായിരിക്കും. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ചാൽ വർഷം 712 കോടിയോളം രൂപ KSRTCക്ക് നഷ്ടമുണ്ടാകുമെന്നാണ് കണക്ക്.
അധിക ബാധ്യത KSRTCക്ക് സർക്കാർ നൽകും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി പണം നൽകാനാണ് ആലോചന. അതേസമയം മലബാർ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണത്തിലുള്ള കുറവ് പദ്ധതിയെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വകാര്യത ലംഘിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പുമായി കേരള പോലീസ്. അനുമതിയില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടികൾക്ക് കാരണമാകാം. ഇത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും അനുമതിയില്ലാതെ മൊബൈൽ ക്യാമറകൾ കൊണ്ടുചെല്ലുന്നത് സമൂഹത്തിൽ വ്യാപകമായി വിമർശിക്കപ്പെടുകയും പ്രതിഷേധമുയരുകയും ചെയ്യുമ്പോഴാണ് മുന്നറിയിപ്പുമായി കേരള പോലീസ് എത്തുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികമാണെന്ന് ഓർമ്മ വേണമെന്നും ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടികൾക്ക് കാരണമാകുമെന്നും പോലീസ് അറിയിച്ചു. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 66E പ്രകാരം സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോയോ പകർത്തിയാൽ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴവും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. നടൻ സലിംകുമാറിന്റെ സംസ്കാരവേളയിലുണ്ടായ സംഭവങ്ങൾ സിനിമാ മേഖലയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വലിയ വിമർശനമാണ് നേരിട്ടത്. Wait a minute, he's absolutely smashed that, but hold on, there's a drone in the air. Oh my goodness, the ball has hit the drone. Both are coming down. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡൽഹിയിൽ നടന്ന പ്രതിപക്ഷ സഖ്യ യോഗത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം. മുന്നണി മര്യാദ പാലിക്കാതെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും തിരിച്ചടിയുണ്ടാക്കിയതായി അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമർശിച്ചു. DMKയെ അനുനയിപ്പിക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. CPMുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ബംഗാളിൽ എന്തുകൊണ്ട് മമത സഖ്യത്തിന് തയ്യാറായില്ല എന്ന ചോദ്യവും രാഹുൽ ഗാന്ധി യോഗത്തിൽ ഉയർത്തി. മമതാ ബാനർജി ഉൾപ്പെടെ 24 പാർട്ടികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 2 മാസം കൂടുമ്പോൾ യോഗം ചേരാനും തീരുമാനമായി. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് കാണിച്ച വഞ്ചനയാണ് DMK പ്രതിപക്ഷ മുന്നണിയിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമെന്നും DMKയെ തിരികെ എത്തിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങളിൽ മുന്നണി മര്യാദ പാലിക്കാതെയുള്ള കോൺഗ്രസിന്റെ പെരുമാറ്റം തിരിച്ചടിയുണ്ടാക്കിയതായി അഖിലേഷ് യാദവ്, തേജസ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമർശിച്ചു. എല്ലാ വിമർശനങ്ങളും ഉൾക്കൊള്ളുന്നതായും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതിപക്ഷ സഖ്യത്തിന്റെ ഏകോപനത്തിനായി 2 മാസം കൂടുമ്പോൾ യോഗം ചേരുമെന്നും അടുത്ത യോഗം ഹൈദരാബാദിലായിരിക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ അറിയിച്ചു. इंडिया गठबंधन के सभी दल प्रत्येक 2 माह में बैठक करेंगे. अगली बैठक अगस्त माह में हैदराबाद में आयोजित की जाएगी. 5वां मानसून सत्र के दौरान संसदीय समन्वय जारी रहेगा और प्रतिदिन प्रातःकाल माननीय नेता प्रतिपक्ष उनके कार्यालय में समन्वय बैठक आयोजित की जाएगी. നീറ്റ് CBSE പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുക, SIRൽ ചീഫ് ജസ്റ്റിസിന് കത്തയക്കുക തുടങ്ങി 5 വിഷയങ്ങളിൽ പൊതു തീരുമാനമെടുത്താണ് യോഗം അവസാനിപ്പിച്ചത്. DMKയും ആം ആദ്മിയും മുന്നണി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ഇതുവരെ പ്രതിപക്ഷ സഖ്യത്തോട് അകലം പാലിച്ചിരുന്ന മമതാ ബാനർജി യോഗത്തിനെത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. എംപിമാരും ദീദിയെ കൈവിടുന്നു. MLAമാർക്ക് പിറകെ വിമത നീക്കം നടത്തി തൃണമൂൽ കോൺഗ്രസ് എംപിമാരും. 28ൽ 20 എംപിമാരും NDAയ്ക്കൊപ്പം നിൽക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി. ഇതോടെ പാർലമെന്റിൽ NDAയുടെ കരുത്ത് വർദ്ധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ അടിത്തറ തകർത്തിരിക്കുകയാണ്. പാർട്ടി MLAമാരിൽ ബഹുഭൂരിപക്ഷവും വിമതരായി മാറിയതിന് പിറകെ എംപിമാരും ചുവടുമാറ്റി. ആകെ 28 ലോക്സഭാ എംപിമാരിൽ 20 എംപിമാരും BJPയെ പിന്തുണച്ചുകൊണ്ട് NDAയുടെ ഭാഗമാകും. ഇക്കാര്യം വ്യക്തമാക്കി കഖോലി ഘോഷ് ദസ്തദാറിന്റെ നേതൃത്വത്തിൽ 20 എംപിമാരും സ്പീക്കർക്ക് കത്ത് നൽകി. 3ൽ 2 ഭൂരിപക്ഷം എംപിമാരും മുന്നണി മാറുന്നതിനാൽ കൂറുമാറ്റ നിരോധന നിയമവും ബാധകമാകില്ല.
പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്തു നിന്നും അഭിഷേക് ബാനർജിയെ നീക്കിയതും മമതയ്ക്ക് തിരിച്ചടിയാണ്. ഇടഞ്ഞു നിൽക്കുന്ന എംപിമാരെ അനുനയിപ്പിക്കാൻ അഭിഷേക് ബാനർജിയും മമതയും നടത്തിയ നീക്കം ഫലം കണ്ടില്ല. ഡൽഹിയിൽ പ്രതിപക്ഷ മുന്നണി യോഗം ചേരുമ്പോൾ തന്നെയാണ് തൃണമൂൽ എംപിമാർ NDAയിൽ ചേരാൻ നീക്കം നടത്തിയത്. 20 തൃണമൂൽ കോൺഗ്രസ് എംപിമാരുടെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ ലോക്സഭയിൽ NDAയുടെ കരുത്ത് വർദ്ധിക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗങ്ങളുടെ നിലപാടും നിർണായകമാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ദുബായ് എമിറേറ്റ്സ് റോഡിൽ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. മരിച്ചവരിൽ 6 പേർ ഇന്ത്യക്കാരാണ്. മറ്റ് 2 പേർ നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികളാണ്. പരിക്കേറ്റ് ചികിത്സയിലുള്ള 8 പേരിൽ 2 പേർ ഇന്ത്യക്കാരാണ്. സാങ്കേതിക തകരാറിനെ തുടർന്ന് റോഡിന് നടുവിൽ പെട്ടെന്ന് നിന്നുപോയ ട്രക്കിലേക്ക് മിനി ബസ് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ മലയാളികൾ ഇല്ലെന്നാണ് വിവരം. ദുബായിൽ നിന്നും ജെറിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദുബായ് എമിറേറ്റ്സ് റോഡിലാണ് ഈ മിനി ബസ് അപകടത്തിൽപ്പെട്ടത്. നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിലേക്ക് ജീവനക്കാരുമായി സഞ്ചരിച്ചിരുന്ന മിനി ബസ് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ മിനി ബസ് പൂർണ്ണമായും തകരുകയും ചെയ്തു. ദാരുണമായ അപകടത്തിൽ 8 പേർ മരിച്ചതിൽ 6 പേർ ഇന്ത്യക്കാരാണെന്ന് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് 2 പേർ നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികളാണ്. അപകടത്തിൽപ്പെട്ടത് ദുബായിലെ ഒരു സ്വകാര്യ സാങ്കേതിക കമ്പനിയിലെ തൊഴിലാളികളാണെന്നും ദുബായ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മരിച്ച ഇന്ത്യക്കാരിൽ 3 പേർ ഹൈദരാബാദ് സ്വദേശികളും 2 പേർ ഉത്തർപ്രദേശുകാരും ഒരാൾ പഞ്ചാബ് സ്വദേശിയുമാണ്. അപകടത്തിൽ പരിക്കേറ്റ 8 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും ദുബായ് പോലീസ് അറിയിച്ചു. അപകടത്തിൽ മലയാളികൾ ആരുമില്ലെന്നാണ് നിലവിലെ ലഭ്യമായ വിവരം.